ഈ വായ മൂടിക്കെട്ടിയുള്ള നമ്മുടെ മൗനജാഥയുടെ അർത്ഥം, ഞങ്ങളിപ്പോൾ ക്ഷമാശീലരായിരിക്കുന്നു, നമ്മൾ സമാധാനപ്രിയരായിരിക്കുന്നു, നമ്മൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി കരുത്തരായിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളോടുള്ള നമ്മുടെ മറുപടിയാണ് ഈ മൗനം. ഈ മൗനം നിഷേധിക്കുവാൻ ഇടയാക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടി തീവ്രവാദി സംഘടനകൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും എതിരായ പോരാട്ടത്തിൽ അതിശക്തമായി നിലയുറപ്പിക്കുവാൻ കലയപുരം ആശ്രയ സങ്കേതം ആഹ്വാനം ചെയ്യുകയാണ്. അതിലെ അന്തേവാസികളും പ്രവർത്തകരും ജീവനക്കാരും നാട്ടുകാരും ഈ നാടിനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കാം. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ആശ്രയയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, അനാഥല്ല ഭാരതത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് പെരുങ്കുളം, അലക്സ് മാമ്പുഴ, FM റേഡിയോയിലെ ജീവനക്കാർ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ജാഥയിലേക്ക് സ്വാഗതം. ആശ്രയ അനാഥരില്ലാത്ത ഭാരതത്തിൻ്റെയും ആശ്രയ FM-ൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ അല്പം മുമ്പ് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ സമാപിച്ച നമ്മുടെ രാജ്യത്തെ ഏവരെയും നടുക്കിയ, രാജ്യത്തെ ഓരോ ജനങ്ങളെയും നടുക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഭീകരതയ്ക്കെതിരെയുള്ള ഒറ്റക്കെട്ടായി ഈ ഭാരതം ഒറ്റക്കെട്ടായി തന്നെ ഉണ്ട് എന്ന അറിയിപ്പുമായി സന്ദേശം നടത്തിയ ഈ യാത്രയ്ക്ക് അണിചേരാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പട്ടാഴി മുരളി സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി അനാഥരില്ലാത്ത ഭാരതം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരുങ്കുളം രാജീവ് സാറാണ്. പെരുങ്കുളം രാജീവ് സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാമതായി ശ്രീ അലക്സ് മാമ്പിൾ സാറാണ്, അനാഥരില്ലാത്ത ഭാരതം ജില്ലാ ട്രഷറർ. അദ്ദേഹത്തിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രയ FM-ലെ എല്ലാ പ്രവർത്തകർക്കും സ്നേഹത്തോടെ സ്വാഗതം അർപ്പിക്കുന്നു. ആശ്രയയിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും, നമ്മുടെ MSW സ്റ്റാഫ് അംഗങ്ങൾക്കും, നഴ്സിംഗ് സ്റ്റാഫ് അംഗങ്ങൾക്കും, കെയർടേക്കേഴ്സ് അംഗങ്ങൾക്കും, എല്ലാ നമ്മുടെ ആശ്രയ നിവാസികൾക്കും ആശ്രയയുടെ പ്രത്യേക സ്വാഗതം. ഈ
പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആശ്രയ സങ്കേതത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പട്ടാഴി മുരളിമാഷ്, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ എത്തിയിട്ടുള്ള കൊല്ലം ജോബ്സ് അക്കാഡമിയിൽ നിന്ന് എത്തിയിട്ടുള്ള കുട്ടികൾ, അവരുടെ ടീച്ചേഴ്സായ മിസ് ലീമ മാഡം, മിസ് ലത മാഡം, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ, ആശ്രയ FM-ൻ്റെ സ്റ്റാഫുകൾ, ആശ്രയയിലെ സ്റ്റാഫുകൾ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെയേറെ ദുഃഖവാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അഖണ്ഡതയും സമാധാനവും ഇല്ലാതാക്കാൻ ചില കുൽസിത ശക്തികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഗ്രാമം, ഒരു ചെറിയ പട്ടണം, അവിടുത്തെ ആളുകളുടെ സൗരജീവിതം താറുമാറാക്കാൻ ചില ഭീകരർ നടത്തിയ പ്രവർത്തനങ്ങൾ മൂലം അനവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ കാവൽക്കാരായ നമ്മുടെ പട്ടാളക്കാരെ വീരമൃത്യു വരിക്കുന്ന ഒരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആശ്രയ ഈ ഭീകരതയ്ക്കെതിരെ, പകൽഗാം കൂട്ടക്കൊലയ്ക്കെതിരെ ജനങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് പകൽഗാമിൽ നിന്നും നമ്മുടെ പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെതിരെ ജനങ്ങൾ ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായി ആശ്രയ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ എല്ലാ ആളുകൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പും ഒരു കരുതലുമായി, ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവണതയ്ക്കെതിരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാം പങ്കാളികളാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ കൂട്ടായ്മയുടെ, ഈ പകൽഗാം കൂട്ടായ്മയ്ക്കെതിരെയുള്ള, ഈ ഭീകരതയ്ക്കെതിരെയുള്ള ഈ മൗനജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആശ്രയ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുരളിമാഷ് അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ള ദേശസ്നേഹികളെ, നമ്മുടെ രാജ്യം കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം പ്രതിഷേധവുമായി ഈ ഗ്രാമത്തിൽ ഒരു പ്രകടനം നടത്തി ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മൗനജാഥയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും ഇന്ത്യ രാജ്യത്തെ ബഹുജനങ്ങളുടെ ആത്മവീര്യം തകർക്കുവാനും ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർത്തെറിഞ്ഞ് ഈ രാജ്യത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും താറുമാറാക്കി നമ്മുടെ ശത്രുരാജ്യങ്ങളെ പോലെ ദരിദ്രമാക്കി മാറ്റുവാനുള്ള ദരിദ്ര ശക്തികളുടെ നടപടികളെ അതിശക്തമായി ഈ ആശ്രയ സങ്കേതത്തിലെ അന്തേവാസികളും ആശ്രയ സങ്കേതത്തെ സ്നേഹിക്കുന്നവരും ഈ നാട്ടിലെ ബഹുജനങ്ങളും അപലപിക്കുകയാണ്. ഇത് മുമ്പും ഈ രാജ്യത്തിനെതിരായി വമ്പിച്ച ഇടപെടലുകൾ ഈ ശത്രുരാജ്യങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ചെറുത്തുതേൽപ്പിച്ചുകൊണ്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ രാജ്യസ്നേഹികൾക്കും നമോഭാഗം. കാശ്മീരിൽ പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചത് നമ്മളുടെ രക്തത്തിൻ്റെ രക്തവും മജ്ജയുടെ മജ്ജയും മാംസത്തിൻ്റെ മാംസവുമായ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. വിവാഹത്തലേന്ന് കയ്യിൽ തേച്ച മൈലാഞ്ചിയുടെ നിറം മങ്ങും മുമ്പ് ഭീകരരുടെ വെടിയേറ്റ് അകാലത്തിൽ വൈധവ്യം പ്രാപിച്ച നമ്മുടെ കൊച്ചു പെങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ
ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മൾ കണക്കാക്കുന്ന കാശ്മീരും അനുബന്ധ പ്രദേശങ്ങളും ആ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകളുടെ നേർക്കാണ് ഭീകരാക്രമണം നടന്നത് എന്നുള്ളത് എടുത്തു പറയപ്പെടേണ്ടുന്നതാണ്. ഭാരതത്തിൻ്റെ സുസ്ഥിരതയും അഖണ്ഡതയും ശിഥിലമാക്കുന്നതിന് വേണ്ടി ഭാരത വിരോധികൾ കാണിക്കുന്ന ഈ ക്രൂരത ഭാരത മക്കളുടെ ഒരാളിൻ്റെയെങ്കിലും സിരകളിലൂടെ രക്തം ഒഴുകും വരേക്കും അതിൻ്റെ പ്രതികാരം കെട്ടടങ്ങുന്നതല്ല എന്നതിന് യാതൊരു സംശയവുമില്ല. ലോകമനസാക്ഷിയെ ആകമാനം നടുക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാതം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോകമനസാക്ഷിയെ ആകമാനം തളർത്തിക്കളഞ്ഞ ഈ കൊടും ഭീകരതയ്ക്കെതിരെ എല്ലാ മനുഷ്യസ്നേഹികളും രാജ്യസ്നേഹികളും ലോകരാഷ്ട്രങ്ങളും വളരെ ശക്തമായി പ്രതിഷേധം മുഴക്കിയിട്ടുണ്ട്. ഓരോ ഭീകര ആക്രമണങ്ങളും ഒടുവിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞാണ്. അവനവൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ജാതിയെയും മതത്തെയും ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടാണ് ഭീകരത നമ്മുടെ നാട്ടിൽ നടമാടുന്നത്. തോക്കുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊഴി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഭീകരതയിലൂടെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കും എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. രാജ്യവ്യാപകമായി നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മയക്കുമരുന്ന് നൽകി അത് അടിമകളാക്കിക്കൊണ്ട് സമ്പത്ത് സമാഹരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ചേതന തന്നെ നഷ്ടമാകത്തക്കവണ്ണം നമ്മുടെ നാട്ടിലെ യുവശക്തി പൂർണ്ണമായും താറുമാറാകത്തക്കവണ്ണം നമ്മുടെ യുവാക്കളുടെ സമചിത്തത അവരുടെ സുബോധം നഷ്ടമാക്കുന്ന തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗവും വിൽപ്പനയും വിതരണവും ഇത്തരത്തിലുള്ള ആഗോള ഭീകരതയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. പഹൽഗാമിന് മുമ്പ് എത്രയെത്ര ഭീകര പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. പലപ്പോഴായി ആയിരക്കണക്കിന് ആളുകളെയാണ് തീവ്രവാദികൾ കൊന്നൊടുക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ ശിഥിലമാക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയെ തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും തകർക്കുന്നതിന് വേണ്ടി, സഹോദരങ്ങൾ തമ്മിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കത്തിക്കുത്ത് നടത്തത്തക്കവണ്ണം ആളുകളുടെ ഹൃദയത്തിൽ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടും ഭീകരത എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കൊട്ടാരക്കരയിൽ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മഹാഗണപതി ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് മണിനാദം മുഴങ്ങുന്നത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാം വേണ്ടിയാണ്. കൊട്ടാരക്കര മുസ്ലിം ജമാഅത്തിൽ വാങ്കുവിളി ഉയരുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാം വേണ്ടിയാണ്. കൊട്ടാരക്കര കോട്ടപ്പുറം പള്ളിയിൽ സായാഹ്നങ്ങളിൽ മണിനാദം ഉയരുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ്. നമ്മൾ കൊട്ടാരക്കരക്കാർ, കേരളീയർ, ഭാരതീയർ ജാതിമത ചിന്തകൾ വെടിഞ്ഞ് ഒരമ്മ പെറ്റ മക്കളെ പോലെ കൈകോർത്ത് ഐകമത്യത്തോടുകൂടി ഏകമനസ്സോടുകൂടി സന്തോഷത്തോടെ പരസ്പരം കരുതിയും സ്നേഹിച്ചും കൈതോർത്തും പങ്കുവച്ചും നമ്മൾ ജീവിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വികസനമുണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ദയയില്ലാത്ത നിഷ്ഠുരമായ പ്രവർത്തികൾക്ക് ഇരയായി മരണമടയുകയുണ്ടായി.
നമ്മുടെ ഇന്ത്യയിലുണ്ടായ ആ അരുംകൊലയിൽ ആ കുടുംബാംഗങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കലവരം ആശ്രയ സങ്കേതം കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയാണ് ഇന്നിവിടെ സമാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മണ്ണ് ഭീകരവാദത്തിന് അനുയോജ്യമല്ല എന്ന് പാകിസ്ഥാനെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ തീവ്രവാദം ഈ ഇന്ത്യ മഹാരാജ്യത്തെ നടപ്പിലാകില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ രക്തത്തിന് ജീവന്റെ രക്തത്തിന് കണക്ക് ചോദിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് കലയോരമാശ്രയ സങ്കേതം ഈ അരുംകൊലയിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുകയാണ്.